വിദ്യാഭ്യാസ രംഗത്ത് നിക്ഷേപം തലമുറകൾക്ക് പ്രയോജനം ചെയ്യും. വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ശോഭിക്കാൻ കഴിയുന്ന മേഖലകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. വിദ്യാഭ്യാസം എപ്പോഴും വലിയ പ്രാധാന്യത്തോടെ കാണണമെന്നും വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങൾ തലമുറകൾക്കാണ് പ്രയോജനം ചെയ്യുകയെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ജ്വാല ഓഫ് എക്സലൻസ് 2026 എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകം കണ്ട മഹാത്മാക്കളെല്ലാം പ്രയത്നിച്ചത് വിദ്യാഭ്യാസ രംഗത്ത് ശക്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു എന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ഏത് മേഖലയിലാണ് ശോഭിക്കാൻ കഴിയുകയെന്നത് സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം. അതിനായുള്ള കഠിന ശ്രമങ്ങൾ വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും ജീവിതത്തിൽ വലിയ വിജയം കൈവരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. ഇന്ത്യയിൽ നിന്ന് നടക്കുന്ന ഏത് പരീക്ഷയും ജയിക്കാൻ പറ്റും. അതിനുള്ള കഴിവ് ദൈവം ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. അത് തന്നെ USS, NMMS, SSLCക്ക് ഫുള്ള് FS കിട്ടിയാലൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മുടെ വഴി നമ്മൾ തിരഞ്ഞെടുത്ത് ആ വഴിയിലൂടെ നിങ്ങളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ നിങ്ങൾ എവിടെ എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചോ അവിടെ നിങ്ങൾ എത്തിച്ചേരും. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. എനിക്ക് ഏത് മേഖലയിൽ ശോഭിക്കാൻ കഴിയും എന്ന് ഓരോരുത്തരും സ്വയം തിരിച്ചറിയും. അപ്പോൾ SSLC പാസ്സായാൽ അതിനുള്ള ഹയർ സെക്കൻഡറി കോഴ്സ് എടുക്കണം, അതിനുള്ള ഹയർ എഡ്യൂക്കേഷൻ നടത്തണം. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച മേഖലയിൽ നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അതിനുള്ള പരിശ്രമങ്ങൾ ഇനിയുള്ള വർഷങ്ങളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല വിജയം കൈവരിക്കുന്നവരാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരമൊരു മികച്ച ചടങ്ങ് സംഘടിപ്പിച്ച കരിമ്പുഴ പഞ്ചായത്ത് ഭരണസമിതിയെ മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിനൊപ്പം ഘടകസ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ച ജീവനക്കാർക്കുള്ള യാത്രയപ്പും ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണവും ഇതോടൊപ്പം നടന്നു. ഒറ്റപ്പാലം MLA കെ പ്രേംകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി പറഞ്ഞിട്ടുള്ളത് പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് കരുത്തു പകരുന്നതാണ് വിദ്യാഭ്യാസം എന്നതാണ്. അപ്പൊ വിദ്യാഭ്യാസം കേവലം ഒരു ഡിഗ്രിയായി അഥവാ ഒരു സർട്ടിഫിക്കറ്റായി ഗ്രേഡായി മാർക്കായി കൊണ്ടു നടക്കാനുള്ളതല്ല. പഠനമെല്ലാം കഴിഞ്ഞ് വിശാലമായ ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വന്നു ചേരും. അവിടെ അതിനെ അതിജീവിക്കാനുള്ള കരുത്തായിട്ട് നാം നേടിയ വിദ്യാഭ്യാസം നമുക്ക് തുണയായി മാറേണ്ടതുണ്ട് എന്നത് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് മികച്ച ഗ്രേഡുള്ളവർ നന്നായി ഇതിനുവേണ്ടി പരിശ്രമിച്ചവരാണ്. നന്നായി പരിശ്രമിച്ചിട്ടും ആ നിലയിൽ വിജയം എത്താത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അവരൊന്നും ഒരു നിലയിലും ബേജാറാകേണ്ട കാര്യമില്ല. ഇനിയും അവർക്ക് നന്നായി പരിശ്രമിക്കാനും ഏറെ മികവോടെ മുന്നോട്ട് പോകാനും കഴിയും എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ടാഗോർ വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംവാദം ഗാന്ധിയുമായി നടക്കുന്നുണ്ട്. ടാഗോറും ഗാന്ധിയും തമ്മിലുള്ള സംവാദത്തിനൊടുവിൽ ടാഗോർ പറയുന്നുണ്ട്, ടാഗോർ മുൻകൈയെടുത്ത് ഒരു സർവകലാശാല സ്ഥാപിച്ചത് നമുക്കെല്ലാം അറിയാം. വിശ്വഭാരതി എന്നാണ് ആ സർവകലാശാലയുടെ പേര്. വിദ്യാഭ്യാസത്തിന്റെ ശരിയായ അർത്ഥം ലോകത്തോളം വളരുക എന്നതാണ്. വിശ്വം എന്നതിന്റെ അർത്ഥം ലോകം എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു സങ്കുചിത താല്പര്യത്തിലും വിധേയമാകാതെ ലോകത്തുള്ള ഏത് സമൂഹവുമായി സംവദിക്കാനും വളരാനും മുന്നേറാനും എല്ലാം നിശ്ചയമായി കഴിയേണ്ടതുണ്ട്. അതിന് അവരെ പ്രാപ്തമാക്കുന്നത് കൂടിയായി വിദ്യാഭ്യാസം മാറട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ചടങ്ങിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശോക് കുമാർ കെ, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു കരിയോട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ സ്മിത സി, AK ഷീലാദേവി, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൈമൂനത്ത് സാദിഖ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പത്മജാക്ഷി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈതലവി കോരത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സുരേഷ് P, N ജയകൃഷ്ണൻ, P അശോകൻ, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രാജശ്രീ S എന്നിവരും വിവിധ വാർഡ് മെമ്പർമാരും സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്ത ആശംസകൾ നേർന്ന് സംസാരിച്ചു.